ഹരികുമാർ സർ, നമസ്കാരം. നമസ്തേ. ഇറാന്റെ ആക്രമണത്തിൽ തകർന്ന അമേരിക്കയുടെ ആ വിമാനം പറത്തിയിരുന്ന പൈലറ്റ്, അദ്ദേഹത്തിന് എന്തു പറ്റി എന്നാണ് ഇപ്പം പലരും ചോദിക്കുന്നത്. കാരണം ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. മെഷ്ഡ് നെറ്റ്വർക്കിംഗ് കപ്പാസിറ്റി അത് ഇറാൻ കൈവരിച്ചിരിക്കുന്നു. ഇത് ലോകരാജ്യങ്ങൾ വലിയ ആശങ്കയോടുകൂടി ഉറ്റുനോക്കേണ്ടതാണ് എന്ന വെളിപ്പെടുത്തലാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയിരിക്കുന്നത്. എന്താണ് ഇറാൻ കൈവരിച്ചിരിക്കുന്ന ഈ ഗംഭീര നേട്ടം, ഈ മെഷ്ഡ് നെറ്റ്വർക്കിംഗ് കപ്പാസിറ്റി? ഇത് ഉപയോഗിച്ചാണ് അമേരിക്കയുടെ ഏതാണ്ട് 40-ൽ കൂടുതലോളം വരുന്ന യുദ്ധവിമാനങ്ങളെ ഇറാൻ തകർത്തതെന്നാണ് ഈ പൈലറ്റ് പറയുന്നതനുസരിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാധനം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ മെഷ്ഡ് നെറ്റ്വർക്കിംഗ് കപ്പാസിറ്റി? ഇത് ഏതൊക്കെ രാജ്യങ്ങൾക്കാണ് നിലവിലുള്ളത്? ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? 1-to-1 മെഷ്ഡ് നെറ്റ്വർക്കിംഗ് കപ്പാസിറ്റി എന്നത് ഡ്രോൺ യുദ്ധത്തിലെ ഏറ്റവും ആധുനികമായ ഒരു കണ്ടുപിടുത്തമാണ്. അത് ഒരു സ്വാം ഡ്രോൺ വരുമ്പോൾ, അതായത് ഡ്രോണുകളുടെ ഒരു കൂട്ടായ്മ വരുമ്പോൾ, ഈ കൂട്ടായ്മയിലെ ഡ്രോണുകൾ പരസ്പരം മറ്റൊരു കമാൻഡ് സെന്ററിന്റെ സഹായമില്ലാതെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അത് ഇഷ്ടമുള്ള ഒരു ഫോർമേഷനിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു മത്സ്യത്തിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു പക്ഷിയുടെ രൂപത്തിൽ ഒരു 50 ഡ്രോൺ ഒരു വലിയ പക്ഷി ആകാശത്തിൽ പറക്കുന്ന അതേ രീതിയിൽ അത് പറക്കും. അതിന്റെ ഒരുപക്ഷെ 2 തട്ടായിട്ട് അത് പോകും. മുകളിൽ ഒരു 25 ഡ്രോൺ, താഴെ ഒരു 25 ഡ്രോൺ. ഇത് ഇങ്ങനെയുള്ള ഒരു കപ്പാസിറ്റിയിൽ ഉള്ള ഒരു ഗുണമെന്ന് പറയുന്നത്, ഇപ്പോ ആദ്യം ഇതുപോലെ ഒരു കൂട്ടായ്മ വരുന്നു. ആ കൂട്ടായ്മ ഒരുമിച്ച് അതൊരു തീരുമാനമെടുക്കും. ചിലപ്പോൾ ഇപ്പൊ ഉദാഹരണത്തിന് ഇതിലെല്ലാം സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ച ചാവേർ ഡ്രോണുകളാണെന്നിരിക്കട്ടെ. ഈ ഡ്രോണുകൾ ഒരു തീരുമാനം എടുക്കുകയാണ്. ഒരു കാര്യം ചെയ്യാം, നമ്മളിൽ 20 പേര് പോയിട്ട് താഴോട്ട് പോയിട്ട് അവിടുത്തെ തന്ത്രപ്രധാനമായ ഒരു എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ സ്റ്റേഷനെ തകർക്കാം എന്ന് തീരുമാനിച്ചാൽ ബാക്കി 20 പേര് മാറി നീക്കും. അങ്ങനെ 20 ഡ്രോണുകൾ പോയിട്ട് ഈ ലക്ഷ്യസ്ഥാനത്തെ തകർക്കും. ബാക്കി 20 ഡ്രോണുകൾ വീണ്ടും അത് ഒരു ഫോർമേഷൻ ഉണ്ടാക്കും. അങ്ങനെ ഒരു ഫോർമേഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന, സ്വയം ചിന്തിക്കാൻ പറ്റുന്ന, എന്നാൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന അത്യാധുനികമായ ഒരു ടെക്നോളജിയാണ്. അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ടെക്നോളജിയാണ് ഈ മെഷ്ഡ് 1-to-1 മെഷ്ഡ് നെറ്റ്വർക്കിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇത് ലോകത്തില് ഇന്ന് 3 രാജ്യങ്ങൾക്കേ ഉള്ളതായിട്ടാണ് അമേരിക്ക പറയുന്നത്. അമേരിക്കയ്ക്കില്ല. ഇത് ശരിക്കും റഷ്യ, ചൈന, ഇന്ത്യ, ഈ 3 രാജ്യങ്ങളാണ് ഈ മെഷ്ഡ് നെറ്റ്വർക്കിംഗ് കപ്പാസിറ്റി ഉള്ള സ്വാം ഡ്രോണുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. സ്വാം ഡ്രോണുകൾ അമേരിക്കയുടെ കൈവശമുണ്ട്. പക്ഷെ അതിന് ആ സ്വാം ഡ്രോൺ പ്രവർത്തിക്കുന്നത്, ഈ ഓരോ സ്വാമും അതില് ഒരു സോഫ്റ്റ്വെയർ, ആ സോഫ്റ്റ്വെയർ പ്രകാരം അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രവർത്തിക്കും. അങ്ങനെ അതൊരു ഫോർമേഷൻ ഉണ്ടാക്കും. ഇപ്പൊ സ്വാം ഡ്രോണുകളും ഞാൻ ഈ പറഞ്ഞ ഒരു പലതരത്തിലുള്ള ഫോർമേഷൻസ് ആകാശത്തിലുണ്ടാക്കും. പക്ഷെ അതിന് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ശേഷിയില്ല. ഇത് അങ്ങനെയല്ല. ഈ ഫോർമേഷൻ വേണമെങ്കിൽ അതിന് മാറ്റാം. ഇപ്പൊ പക്ഷിയുടെ രൂപത്തിൽ വരുന്ന ഒരു ഫോർമേഷൻ കുറച്ച് കഴിയുമ്പോൾ ജെല്ലി ഫിഷിന്റെ ഫോർമേഷൻ, കുറച്ച് കഴിയുമ്പോൾ ഒരു ഒക്ടോപ്പസ്, അതായത് ഒരു 8 പോലെ ആകും. അതൊക്കെ അതിന് സ്വയം മാറ്റാൻ കഴിയും സാഹചര്യം അനുസരിച്ചിട്ട്. അതുപോലെ കുറച്ച് ഡ്രോൺ, ഒരു 50 ഡ്രോണിൽ 10 ഡ്രോൺ മാത്രമായി പോയി ആക്രമണം നടത്തും. ഇതിൽ ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടുകളുള്ള കപ്പാസിറ്റി ഉള്ള ഡ്രോണുകൾ ഉണ്ടാവും. അപ്പം ഇതൊരു വല്ലാത്ത ഒരു ഭീകരതയാണ്. കാരണം ഈ ഡ്രോണുകൾ കുറെ എണ്ണം നശിപ്പിച്ചാലും ബാക്കി നിലനിൽക്കും. അങ്ങനെ പണ്ടൊക്കെ നമ്മൾ പറയും, ഒരു തുള്ളി ചോരയിൽ നിന്നും 1000 പേർ ഉയർത്തെഴുന്നേൽക്കും എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലായിരിക്കും. കാരണം ഇത് ഒരെണ്ണത്തെ നശിപ്പിച്ചുകൊണ്ടൊന്നും തീരത്തില്ല. ബാക്കിയുള്ളതെല്ലാം കൂടെ അടുത്ത ആക്രമണം നടത്തും. അപ്പോ ഇതെങ്ങനെയാണ് പുറത്തു വന്നത് എന്നുള്ളൊരു ചോദ്യം. അവിടെയാണ് ഗൗതം പറഞ്ഞ ഒരു വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ, CNN ഉൾപ്പെടെയുള്ള അമേരിക്കൻ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാനൊന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. അതായത് ഈ പൈലറ്റ് പറയുന്നത്, അത് F-15 വിമാനത്തിന്റെ പൈലറ്റാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. ഈ വെളിപ്പെടുത്തൽ നടത്തിയ പൈലറ്റിന്റെ പിന്നെ അദ്ദേഹം പറഞ്ഞത് പ്രകാരം അദ്ദേഹത്തിന്റെ F-15 ഇറാന്റെ ഇറാന്റെ ആകാശത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. താഴെ പെട്ടെന്ന് ഒരു വലിയ ജെല്ലി ഫിഷിന്റെ ആകൃതിയിലുള്ള ഒരു ഡ്രോണുകളുടെ ഒരു സമൂഹം
പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം ആദ്യം വിചാരിച്ചു അതുപോലെ ഏലിയൻ ഡ്രോണോ വല്ലതും ആയിരിക്കും. അങ്ങനെ അദ്ദേഹം പറയുന്നത് ഇത് പിന്നെ മുകളിൽ കുറെ ഡ്രോണ്, ഈ ജെല്ലി ഫിഷിന്റെ കാല് പോലെ താഴെ കുറെ ഡ്രോണ്, ദൂരെ നിന്ന് നോക്കിയാൽ ആകാശത്തിലൂടെ ഒരു ജെല്ലി ഫിഷ് നീങ്ങുന്നത് പോലെ തോന്നും. അപ്പോ പെട്ടെന്ന് അത് അദ്ദേഹത്തിന്റെ വിമാനത്തിന്റെ താഴെ, പിന്നെ അദ്ദേഹത്തിനൊന്നും ഓർമ്മയില്ല, അദ്ദേഹത്തിന്റെ വിമാനം തകർന്നു. അപ്പോ ഈ ഡ്രോണുകൾ പ്രയോഗിച്ച എന്തെങ്കിലും ആയുധങ്ങളോ ഒരു കൈനറ്റിക് കില്ലെന്ന് പറയുന്നതോ, അതല്ലെങ്കിൽ ഈ ഡ്രോണുകൾ പ്രയോഗിച്ച ഒരു ഇലക്ട്രോണിക് വാർഫെയർ തന്ത്രമോ ആയിരിക്കണം ഈ F-15 നശിപ്പിച്ചത് എന്നാണ് ഇദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. പക്ഷേ ഇത് ശത്രുവിന്റെ കൈവശം അല്ലെങ്കിൽ ശത്രു രാജ്യത്തിൽ തകർന്ന ഒരു വിമാനം തകർന്നു വീണാൽ ആ വിമാനത്തിന്റെ ഈ പൈലറ്റിനെ അമേരിക്കയുടെ സ്പെഷ്യൽ ഫോഴ്സസ് ആണ് രക്ഷപ്പെടുത്തിയത്. അപ്പൊ അവര് ഇദ്ദേഹത്തിനെ ക്വസ്റ്റ്യൻ ചെയ്തു പല റൗണ്ട്. അപ്പൊ ചിലര് സംശയം പ്രകടിപ്പിച്ചിരുന്ന ഇദ്ദേഹത്തിന് മാനസിക അസ്വസ്ഥതയുണ്ടോ എന്നാണ്. എന്തായാലും നമുക്ക് അതിലേക്ക് വരാം. ഗൗതം ചോദ്യം. അല്ല സാർ, ഇതിൽ നമ്മൾ ഈ പൈലറ്റ് പറഞ്ഞത് വിശ്വാസയോഗ്യമാണോ എന്നുള്ളതാണ്. കാരണം ഇദ്ദേഹം എന്തോ എന്താണ് ഇറാൻ അമേരിക്കയുടെ വിമാനം തകർത്തല്ലോ. ആ തകർത്ത വിമാനത്തിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടൊരു പൈലറ്റാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഭീതി, ആഘാതം, അത് മാനസികപരമായിട്ട് ഈ പൈലറ്റിന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, ഹാലൂസിനേഷൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രതികരണങ്ങൾ നടത്തുന്നത് എന്നൊക്കെ പലരും അഭിപ്രായപ്പെടുന്നുണ്ട്, പ്രശസ്തരായിട്ടുള്ള പല ആളുകളും. അപ്പോൾ അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഈ മാഷ്ഡ് നെറ്റ്വർക്ക്, ഈ കപ്പാസിറ്റി ഇറാൻ കൈവരിച്ചിരിക്കുന്നു എന്ന് ഈ പൈലറ്റ് പറയുന്നതിനെ നമുക്ക് വിശ്വാസയോഗ്യമായിട്ട് എടുക്കാൻ പറ്റും? അല്ല, അവിടെ നമുക്ക് അതിനകത്തൊരു വിശദീകരണമുണ്ട്. കാരണം ഈ മെഷ്ഡ് നെറ്റ്വർക്കിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് വെറും ഒരു ഭാവനയല്ല. അങ്ങനെ ഒരു ടെക്നോളജി ലോകത്തിലുണ്ട്. അപ്പോ ലോകത്തിൽ ഇല്ലാത്ത ഒരു ടെക്നോളജി അല്ല. പിന്നെ രണ്ടാമത്തേത്, ഈ ടെക്നോളജിയുള്ള മൂന്ന് രാജ്യങ്ങൾക്കാണെന്ന് ഞാൻ പറഞ്ഞു, ഇന്ത്യ, ചൈന, റഷ്യ. ഇതിൽ റഷ്യയും ചൈനയും ഇറാന് വേണമെങ്കിൽ ഈ ടെക്നോളജി കൈമാറിയിരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ചൈനയുടെ റഷ്യയുടെ ആയുധങ്ങളാണ് പലതും ഇറാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോ ഈ ടെക്നോളജി ഇറാന് കിട്ടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സാധ്യതയുള്ള സ്ഥിതിക്ക് പൈലറ്റ് പറയുന്നത്, കാരണം ഇങ്ങനെ ഒരു ടെക്നോളജി ഉണ്ട്, ആ ടെക്നോളജി ഇറാൻ ആക്സസിബിൾ ആകാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ റഷ്യ ആ ഒരു ടെക്നോളജി ഭാഗികമായിട്ടെങ്കിലും ഇറാന് കൊടുത്തിരിക്കാം, അതല്ലെങ്കിൽ ചൈന കൊടുത്തിരിക്കാം. ഇനി ടെക്നോളജി കൈമാറിയില്ലെന്ന് തന്നെ കൂട്ടിക്കോളൂ. പക്ഷെ അത്തരം സ്വാം ഡ്രോണുകൾ ചൈന ഇറാന് കൊടുത്തിട്ടുണ്ടാകാം. ടെക്നോളജി വേണമെന്നില്ലല്ലോ. ഇപ്പം റഫാൽ വിമാനം ഇന്ത്യക്ക് ലഭിച്ചത് ഈ റഫാലിന്റെ ടെക്നോളജി ഇന്ത്യക്കില്ല. പക്ഷെ ആ വിമാനം നമുക്ക് അവർ വിറ്റു. അതുപോലെ ഇത്തരം മെഷ്ഡ് നെറ്റ്വർക്കിംഗ് കപ്പാസിറ്റി ഉള്ള ഡ്രോണുകൾ ചൈന ഇറാന് വിറ്റിട്ടുണ്ടാവാം. നമുക്കത് നിഷേധിക്കാൻ പറ്റില്ല. അപ്പോ പൈലറ്റിന്റെ ഒരു ഹാലൂസിനേഷൻ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഗൗതം പറഞ്ഞതുപോലെ ചിലപ്പോൾ യുദ്ധവിമാനങ്ങളിൽ പറക്കുന്ന പൈലറ്റുമാർ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണുന്നതായിട്ട് അവർ പറയും, പ്രേത വിമാനങ്ങൾ വരുന്നതായിട്ട് പറയും. നമുക്ക് പലപ്പോഴും ഇതിന്റെ വാസ്തവം പിന്നീട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. പക്ഷെ ഇതൊന്നും ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇവര് വർഷങ്ങളിൽ യുദ്ധമേഖലയിൽ പരിചയമുള്ള ആൾക്കാരാണ് ഇവർ. നമ്മളെ പോലെ വലിയ സയൻസ് ഈ യുക്തി സംസാരിക്കുന്ന ആൾക്കാര് ഒരു തവണ പോലും ആകാശത്തിൽ പോയിട്ടില്ല. അത് മനസ്സിലായല്ലോ. ഗൗതമോ ഞാനോ ഒരു യുദ്ധവിമാനം പറപ്പിക്കുന്ന അങ്ങനെ ഒരു യുദ്ധവിമാനത്തെ കയറി ഈ പറയുന്ന ഒരു യുദ്ധഭൂമിക്ക് മുകളിൽ കൂടെ പോയിട്ടില്ല. സാധാരണ യാത്രാ വിമാനത്തെ ഒരുപാട് വട്ടം ഞാൻ കയറിയിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഒരിക്കലും ഞാനൊരു യുദ്ധവിമാനത്തിൽ, പ്രത്യേകിച്ച് ഒരു യുദ്ധം നടക്കുന്ന സ്ഥലത്ത് പോയിട്ടില്ല. അപ്പോൾ എനിക്ക് ഒരു യുദ്ധവിമാനത്തിലെ പൈലറ്റിനേക്കാൾ എനിക്ക് എങ്ങനെയാണ് ആധികാരികത വരുന്നത്? അയാൾ പറയുന്നത് പിന്നെ ചോദ്യം ചെയ്യാൻ എനിക്കെന്ത് അവകാശമാണുള്ളത്? കാരണം ഭൂമിയിലെ യാഥാർത്ഥ്യമല്ല ഒരു ആകാശത്തെ യാഥാർത്ഥ്യം. ഭൂമിയിലെ പ്രഷറല്ല ആകാശത്തെ പ്രഷർ. ഭൂമിയിൽ കാണുന്ന വസ്തുക്കളല്ല ആകാശത്തെ വസ്തുക്കൾ. എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വേൾഡാണ്. അത് വേറൊരു ഡയമെൻഷനാണ്. ആ ഡയമെൻഷനിൽ എത്തുമ്പോൾ നിങ്ങൾ ഈ ഭൂമിയിൽ കാണാത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കാം. ഇപ്പൊ ആകാശത്തിൽ നിന്നുകൊണ്ട് ഭൂമിയിലെ പല കാര്യങ്ങൾ നോക്കുമ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ നിന്നും അടുത്തു നിന്ന് കാണുന്ന ഷേപ്പ് അല്ലല്ലോ അതിന്. ഇപ്പം ദൂരക്കാഴ്ചയും സമീപ കാഴ്ചയും രണ്ടും രണ്ട് രീതിയിലാണ്. ഇപ്പം ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ഒരു വീഡിയോയിലോ സിനിമയിലോ കാണുന്ന ഒരു നടനെ നേരിട്ട് കാണുമ്പോൾ നമ്മൾ ഈ സിനിമയിൽ കാണുന്ന സൗന്ദര്യമൊന്നും കാണത്തില്ല.
സിനിമയിൽ ഒരു മായക്കാഴ്ചയായിരിക്കും. അയാളുടെ ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ ഫേസ്ബുക്കിൽ വലിയ സുന്ദരനാണെന്ന് നിങ്ങളുടെ ഫോട്ടോ ഫിൽറ്ററുകൾ ഉപയോഗിച്ച് നിങ്ങൾ മെച്ചപ്പെടുത്തി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ അങ്ങനെയുള്ള ആൾക്കാരെ വിവാഹം കഴിക്കാനായിട്ട് പെൺകുട്ടികൾ വന്നിട്ട് അയ്യോ ഇതൊരു അപ്പൂപ്പനാണല്ലോ എന്ന് പറഞ്ഞിട്ട് തിരിച്ചുപോയ ഒരുപാട് കഥകൾ ഈ അടുത്ത കാലത്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത് നമുക്കതിനെക്കുറിച്ച് പറയണമെങ്കിൽ നമ്മൾ അത്തരം പ്രവൃത്തികൾ ചെയ്തിരിക്കണം. ഈ പൈലറ്റിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. കാരണം അങ്ങനെ ഒരു ടെക്നോളജി ഉണ്ട്. ആ ടെക്നോളജി അക്സസിബിൾ ആവാനുള്ള സാധ്യതയുണ്ട് ഇറാന്. എന്തായാലും ശരി, ഇതൊരു വലിയൊരു ഞെട്ടിപ്പിക്കുന്ന ഒരു കണ്ടെത്തലാണ്. ഇറാന് ഈ ടെക്നോളജി ഉണ്ടെങ്കിൽ അമേരിക്ക വളരെയധികം ഭയപ്പെടും. കാരണം അമേരിക്കക്കെതിരെയും ഇത്തരം ടെക്നോളജി, ഈ ദീർഘദൂര ഡ്രോണുകളിൽ ഈ ടെക്നോളജി സംയോജിപ്പിക്കാൻ കഴിഞ്ഞാൽ ഇത്തരം ഡ്രോണുകള് ഇസ്രായേലിനെതിരെ തന്നെ പ്രയോഗിക്കാൻ ഇറാന് ഇസ്രായേൽ കുറെ ദൂരമാണ്, 2000 കിലോമീറ്ററോളം അകലെയാണ്. പക്ഷേ ഞാൻ പറയുന്നത് തൊട്ടടുത്ത ഗൾഫ് രാജ്യങ്ങൾക്ക് വലിയ ഭീഷണിയായിരിക്കും. കാരണം ഈ പറയുന്ന ഈ മെഷ്ഡ് നെറ്റ്വർക്കിംഗ് ക്യാപ്പബിലിറ്റി ഉള്ള ഡ്രോണുകൾ ഇപ്പം അതുപയോഗിച്ച് UAE-ക്ക് നേരെയോ സൗദിക്ക് നേരെയോ ഒക്കെ ആക്രമണം നടത്താൻ ഇറാന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ വല്ലാത്ത ഒരു ഭീതിയിലാണ് അമേരിക്ക. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഡ്രോൺ ടെക്നോളജി ചില മേഖലകളിലെങ്കിലും അമേരിക്കയെക്കാൾ ഇറാൻ മുന്നിലാണോ എന്ന് പോലും അമേരിക്ക സംശയിക്കുന്നുണ്ട്. വ്യോമ ആധിപത്യം സ്ഥാപിക്കാനായിട്ട് ഏറ്റവും ആധുനിക 5th ജനറേഷനും സ്റ്റെൽത്ത് വിമാനങ്ങളും ഒക്കെ അമേരിക്കയ്ക്ക് ഉണ്ടായിട്ടും അമേരിക്കയ്ക്ക് ഈ യുദ്ധത്തിൽ അതൊന്നും വലിയ പ്രയോജനപ്പെട്ടില്ല. ഇത് അമേരിക്ക ഉൾപ്പെടെയുള്ള പല പാശ്ചാത്യ രാജ്യങ്ങളും വളരെ ഞെട്ടലോടെയാണ് ഇപ്പോൾ ഇത് കാണുന്നത്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ഇന്ത്യയിൽ എത്തിയപ്പോൾ ഇന്ത്യയുമായിട്ട് ചേർന്നിട്ട് ഒരുപാട് സംയുക്ത സംരംഭങ്ങൾ തുടങ്ങാൻ പ്രതിരോധ മന്ത്രി തീരുമാനമെടുത്തിട്ടാണ് പോയത്. അതായത് അമേരിക്കയെ മാത്രം ആശ്രയിച്ചിട്ട് ഇനി കാര്യമില്ല എന്നുള്ളത് ഇപ്പോഴത്തെ ഇറാൻ യുദ്ധം തെളിയിച്ച ഒരു വലിയ സത്യമാണ്. ഇനി ഒരു ചെറിയ ഇതിന്റെ ഒരു സാങ്കേതികതകൾ ഇപ്പൊ പലർക്കും സംശയം തോന്നാം. ഈ മെഷ്ഡ് നെറ്റ്വർക്കിങ്ങും അതുപോലെ തന്നെ സ്വാം ഡ്രോണും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. ഇത് തമ്മിൽ ഒരുപാട് സാദൃശ്യം. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ പോലെ മെഷ്ഡ് നെറ്റ്വർക്കിംഗ് ക്യാപ്പബിലിറ്റി ഉള്ള ഡ്രോണുകൾ ഇൻഡിപെൻഡന്റ് ആണ്. അത് ഓരോന്നും സ്വതന്ത്രമാണ്. പക്ഷെ അതിന്റെ തീരുമാനങ്ങൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഈ സ്വാം ഡ്രോൺ അങ്ങനല്ല. അത് ഒരു കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ആ കൂട്ടായ്മ അതിന്റെ സോഫ്റ്റ്വെയർ കൊണ്ടുണ്ടാക്കിയ കൂട്ടായ്മയാണ്. അല്ലാതെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരു കൂട്ടായ്മ സൃഷ്ടിക്കുന്ന ആ കൂട്ടായ്മ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ആ സ്വാമിങ് ആൽഗരിതംസ് അതിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. അതാണ് ഒരു പ്രത്യേകത. പിന്നെ ഇത് രണ്ടും സ്വതന്ത്രമായിട്ട് ഒരു കൂട്ടായ്മകളായിട്ട് ആകാശത്തിൽ കൂടെ പറന്നു വരും. സ്വാഭാവികമായിട്ട് ഇതിന് രണ്ടിനും ഒരുപാട് സാമ്യങ്ങളുണ്ട്. എങ്കിലും സ്വാമിങ്ങിനേക്കാൾ ആധുനികമായ ടെക്നോളജിയാണ് മെഷ്ഡ് നെറ്റ്വർക്കിംഗ്. ഇത് ഈ ആകാശത്ത് നിന്ന് സ്വതന്ത്രമായിട്ട് പിന്നെ തീരുമാനങ്ങൾ എടുത്ത് ടാർഗറ്റുകളെ ഇല്ലാതാക്കി കൈവശമുള്ള സ്ഫോടക വസ്തുക്കൾ പൂർണ്ണമായിട്ട് നശിപ്പിച്ചു കളയാതെ കൂടുതൽ ടാർഗറ്റുകളെ സ്വയം തിരഞ്ഞെടുത്ത് പരമാവധി, അതായത് കൈവശമുള്ള സ്ഫോടക വസ്തുക്കളുടെ ഓപ്റ്റിമം യൂട്ടിലൈസേഷൻ ഈ പറയുന്ന മെഷ്ഡ് നെറ്റ്വർക്കിംഗ് ക്യാപ്പബിലിറ്റി ഉള്ള ഡ്രോൺ കൂട്ടായ്മകൾക്ക് സാധിക്കും. എന്തായാലും ശരി, ആധുനിക യുദ്ധം മനുഷ്യന് ഇനി വലിയ റോളൊന്നുമില്ല എന്നുള്ള സൂചനയാണ് ഇപ്പോഴുള്ള ഈ ടെക്നോളജിയിൽ നിന്നൊക്കെ നമ്മൾക്ക് വ്യക്തമാകുന്നത്. യുദ്ധവിമാനങ്ങളുടെ പ്രസക്തി ഇല്ലാതാവുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ കഴിഞ്ഞ കാലം വരെ, ഒരു 5 വർഷം മുമ്പ് വരെ എന്തിനാണോ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചിരുന്നത് അതിനാവില്ല ഇനി വരുന്ന കാലത്ത് യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുന്നത്. യുദ്ധവിമാനങ്ങൾ ഒരു മദർഷിപ്പ് പോലെ പിറകിൽ നിന്നുകൊണ്ട് ഈ ഡ്രോണുകളുടെ ഒരു കൺട്രോൾ സെന്റർ മാതിരി പ്രവർത്തിച്ചുകൊണ്ട് മുൻപേ ഡ്രോണുകൾ തന്നെ ആയിരിക്കും പലപ്പോഴും ആക്രമണം നടത്താൻ പോകുന്നവൻ ഡ്രോൺ ആയിരിക്കും. ഏറ്റവും പിറകിലായിരിക്കും മനുഷ്യൻ പൈലറ്റ് ചെയ്യുന്ന യുദ്ധവിമാനം ഉണ്ടാകുന്നത്. അതായത് മുമ്പിൽ ISR ഇന്റലിജൻസ് സർവൈലൻസ് ഡ്രോണുകൾ, തൊട്ടുപുറകെ സ്വാം ഡ്രോണുകൾ, അതിന്റെ പുറകെ മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ് ആ രീതിയിലുള്ള ഡ്രോണുകൾ, അല്ലെങ്കിൽ ലോയൽ വിങ്മാൻ എന്ന് പറയുന്ന ഡ്രോണുകൾ. ഏറ്റവും പുറകിലായിരിക്കും മനുഷ്യൻ പൈലറ്റ് ചെയ്യുന്ന വിമാനം വരുന്നത്.
ഇതിന്റെ അതൊരു കൺട്രോൾ റൂം പോലായിരിക്കും. ആ കൺട്രോൾ റൂമിൽ നിന്ന് ഈ ഡ്രോണുകളായിരിക്കും യഥാർത്ഥ മുന്നണി പോരാളികൾ. എന്തായാലും ശരി, വരുന്ന ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങളും വാർത്തകളുമൊക്കെ പുറത്തു വരുന്ന മുറയ്ക്ക് കൂടുതൽ വിശകലനങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും പ്രേക്ഷകരെ സമീപിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം.